കുമരകത്ത് നടന്നത് ബി.ജെ.പി. കോൺഗ്രസ് കൂട്ടുകെട്ടാണെന്ന് മന്ത്രി വി.എൻ. വാസവൻ. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി.ജെ.പി. എന്നത് പൂർണ്ണമായും കേരളത്തിലും പ്രാവർത്തികമായി തുടങ്ങിയെന്നും വാസവൻ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലത്തും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ടായി. അത് മറന്നേക്ക് ഇപ്പോൾ പുറത്തു വന്നു. കുമരകം ഗ്രാമപഞ്ചായത്തിൽ 5 പേര് UDF, 3 പേര് BJP, 8 പേര് LDF. ആ LDFനെ തോപ്പിക്കുകയും 2 പേരും കൂടെ കൂടി കോൺഗ്രസിന്റെ ആൾ പേര് പ്രപ്പോസ് ചെയ്ത് BJPയുടെ ആൾ സെക്കൻഡ് ചെയ്തു. അങ്ങനെ ഈ കോൺഗ്രസിന്റെ പാനൽ ജയിച്ചു വന്ന ആൾ പ്രസിഡന്റായി. അപ്പോൾ പരസ്യമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നതിന് ഒരു മടിയുമില്ല എന്ന രൂപത്തിലേക്ക് എത്തി. അതുകൊണ്ടാണ് നാളെ BJP ആയിട്ട് ഇനി ഇവിടെ രൂപം കൊടുക്കേണ്ട കാര്യമില്ല, കോൺഗ്രസ് തന്നെ BJP ഉണ്ടാക്കി കൊടുക്കും എന്ന സ്ഥിതി പൊതുവിൽ വന്നിരിക്കുന്നതാണ് കാണാൻ കഴിയും. പാലക്കാട് അഗളി പഞ്ചായത്തിൽ കൂറുമാറിയ അംഗത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസ്. അഗളി പഞ്ചായത്തിലെ 20-ാം വാർഡിൽ നിന്ന് വിജയിച്ച മഞ്ജുവിനെതിരെയാണ് നിയമ നടപടി സ്വീകരിക്കുക. മഞ്ജുവിനെ അയോഗ്യയാക്കണമെന്നാവശ്യമായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. കൂറുമാറി LDFനൊപ്പം ചേർന്ന മഞ്ജു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സാജിദ് അജ്മലിന്റെ വിവരങ്ങൾ നൽകാനായി. സാജിദ്, എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? അടുത്ത നീക്കം എന്താണ്? ജീന, അഗളി പഞ്ചായത്തിലെ 20-ാം വാർഡിൽ നിന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച മഞ്ജു ആണ് നിലവിൽ LDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റായത്. ഇവർ കൂറ് മാറി LDFനൊപ്പം ചേരുകയായിരുന്നു. ഇതോടുകൂടി ഭരണം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച UDFന് ഭരണം നഷ്ടമാകുകയും ചെയ്തു. ഇതിലാണ് ഇപ്പോൾ നിയമ നടപടി സ്വീകരിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും തീരുമാനിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഈ മഞ്ജുവിനെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യയാക്കണം എന്നുള്ളതാണ് ആവശ്യം. നാളെ ഹൈക്കോടതിയിൽ ഹർജി നൽകാനും ഈ അട്ടപ്പാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും DCCയും തീരുമാനിച്ചിട്ടുണ്ട്. ശരി സാജിദ്.